തിരുവനന്തപുരം തിരുവല്ലത്തു നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താവുന്ന രീതിയിൽ വണ്ടിത്തടം ജംഗ്ഷന് വളരെയേറെ അടുത്തായിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി കേട്ടോ. ടോട്ടലായിട്ട് 30 സെന്റ് സ്ഥലമാണ് നമുക്ക് പ്രമാണത്തിലുള്ളത്. പക്ഷേ അതിലും കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇതിൻ്റെ അളവെന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ലോട്ടറിയാണ്. ഇതാ ഈ കാണുന്ന പോലെ മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നിന്നാണ് പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് വരുന്നത്. ഇത്രയും ദൂരം നമുക്കിതുപോലെ ഒരു വഴി കണക്ക്, വഴി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 3 ലോറി നിൽക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അത്രയും നല്ല വീതിക്ക് ഇങ്ങനെ വന്നിട്ട് ബാക്കി പ്രോപ്പർട്ടി ഇതാ ഇങ്ങോട്ടേക്കാണ് കിടന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രമാണത്തിൽ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ വഴിയുടെ വിഷയത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വസ്തുവിലും നമുക്ക് ആ ഒരു ലോസ് ആയിട്ട് വരുന്നുമില്ല. ടോട്ടലായിട്ട് 30 സെന്റിനുള്ള പൈസ നിങ്ങൾ കൊടുത്താൽ മതി. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾ തിരുവല്ലത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വണ്ടിത്തടം ജംഗ്ഷൻ വരിക. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുക. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ പാലപ്പൂർ എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും. അവിടെ നിന്ന് വലത്തോട്ട് തിരിയുക. വണ്ടിത്തടം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരേക്കും 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ഈ റോഡ് നമുക്ക് നേരെ ചെന്ന് കാർഷിക കോളേജിൻ്റെ അടുത്ത് കയറാം. അതുപോലെ പാലപ്പൂർ ജംഗ്ഷനിൽ നിന്ന് നേരെ കാണുന്ന റോഡ് പോയി നമുക്ക് ഏകദേശം അവിടെ നിന്ന് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കിരീടം പാലത്തിൻ്റെ അവിടെ ചെന്ന് കയറാം. ഇപ്പോൾ ആ കാക്കാമൂല പാലത്തിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് ഫിനിഷായി കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലേക്ക് ഈസി ആക്സസ് വരുന്ന രീതിയിലുള്ള ലൊക്കേഷൻ. ഇവിടെ നമുക്ക് NH-ലാണെങ്കിൽ വെടിവെച്ചാങ്കോല് ആ ഒരു സൈഡിലേക്ക് കയറാം. ഇനി അതല്ല തിരുവല്ലം ഭാഗത്തേക്ക് കയറാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ സ്പോട്ട് ഏകദേശം 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും. ഇതിപ്പോൾ ഇത്രയും നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാവുന്നതാണ്. മുന്നേ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് ലീസിന് അവൈലബിൾ എന്ന് പറഞ്ഞിട്ടാണ് പരസ്യം ഇട്ടിരുന്നത് കേട്ടോ. ശരിക്കും അതിന് ലീസിനെല്ലാം ആളായതായിരുന്നു. പക്ഷേ അവർ 10 വർഷത്തേക്ക് ഫുള്ളായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം ആ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു പരിപാടി അങ്ങ് ഡ്രോപ്പ് ചെയ്ത് ഇപ്പോൾ ഈ സെയിലിന് വേണ്ടി വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഒന്നിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല, ചെറിയ പ്ലോട്ടുകളായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കിതിനകത്ത് പ്ലോട്ട് ഡിവിഷനും ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എന്തായാലും പൂർണ്ണമായിട്ടും കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം. അപ്പോൾ അതാ ഇങ്ങനെ കയറി വന്നിട്ട് പിന്നീട് വൈഡായിട്ട് അങ്ങ് പ്രോപ്പർട്ടി കിടക്കുവാണ്. പിൻവശത്തായിട്ട് നമുക്ക് ആ ഒരു വീടിരിപ്പുണ്ട്. പഴയ വീടാണ്, പക്ഷേ അത് പൂർണ്ണമായിട്ട് റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിലാണുള്ളത്. വീടിനകത്തുള്ള ദൃശ്യങ്ങളൂടെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. നമ്മുടെ ഈ വീട് വന്നിട്ട് പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചൊരു വീടാണ്, പക്ഷേ പഴയ വീടാണ് കേട്ടോ. ഇപ്പം അകത്ത് മൊസൈക്ക് ഇട്ടത് മൊസൈക്ക് റീസെൻ്റ് ആയിട്ട് മെഷീൻ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു തിളക്കം കാണാനുണ്ട് കേട്ടോ. മൊസൈക്കിലായാലും നല്ലൊരു തിളക്കമുണ്ട്. ഇങ്ങനെ ഒരു സിറ്റ് ഔട്ട്, ഇതിൻ്റെ സൈഡിലായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം കാണാം. ഇതൊരു കോമൺ സ്പേസ് ആണ്, ലിവിംഗ് കം ഡൈനിങ് ഏരിയ നമുക്ക് ഈ ഭാഗത്തായിട്ട് വരും. ഇതാ ഇവിടെ ആയിട്ട് ചെറിയൊരു സ്റ്റോർ റൂം അല്ലെങ്കിൽ പൂജാമുറിയായിട്ട് ഉപയോഗിക്കാം. ഇതാ ഇതൊരു ബെഡ്റൂമാണ്. ഈ ഭാഗത്തായിട്ട് വേറൊരു റൂം കാണാം. നോക്കിയേ, ഇതൊരു ബെഡ്റൂമാണ്. അതുപോലെ കബോർഡ് ഉണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ കിച്ചൺ സ്പേസ് കാണാൻ സാധിക്കും. കിച്ചണോട് ചേർന്നതിന് ഒരു സ്റ്റോറേജ്. ഇവിടെ നമ്മുടെ പിൻവശത്തേക്ക് ഇറങ്ങാം. ഇവിടെ ആണെങ്കിൽ ഒരു വർക്ക് ഏരിയ സെറ്റ് ഔട്ട് ചെയ്യാം. ഇതിവിടെ ആയിട്ട് നോക്കി പുറത്തൊരു ടോയ്ലറ്റ് സൗകര്യം നൽകിയിട്ടുണ്ട്. ഇപ്പം ഇതൊരു കമേഴ്സ്യൽ സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് നിലനിർത്തി അങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇവിടെ നിന്ന് ടെറസിലേക്കും കയറാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ബാത്റൂം വന്നിട്ട് ഇതുപോലെ ഒരു കോമൺ ബാത്റൂമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കുക. ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 5.25 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ 30 സെൻറ്റിൻ്റെ പൈസ കൊടുത്താൽ മതി. അളവിൽ എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ തന്നെ കൂടുതൽ കിട്ടുന്നുണ്ടാവും. ആ കൂടുതൽ കിട്ടുന്നതിന് നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വരത്തില്ല. ഒരു കമേഴ്സ്യൽ സ്പേസ് ആയിട്ടോ ഇവിടെ നിന്ന് നമുക്ക് NH-ലേക്ക് വളരെ പെട്ടെന്ന് കയറാം. അതായത് 2 സൈഡിലേക്ക് NH-ലേക്കും NH ബൈപ്പാസിലേക്കും ഈസി ആക്സസ് ആണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരു ലൊക്കേഷനിൽ നല്ലൊരു ലൊക്കേഷൻ, മെയിൻ റോഡ്, നല്ലൊരു വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടി. ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് 5.5 ലക്ഷം രൂപയാണ്. ചെറിയ പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 സെൻറ്റ് 6 സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് നൽകാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ചെറിയ രീതിയിലുള്ള ഒരു വേരിയേഷൻ വരുന്നുണ്ടാവും. ആ കാര്യം നേരിട്ട് ഉടമയായിട്ട് സംസാരിക്കും.